നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വാർണിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. 18 വയസ്സ് തികഞ്ഞ വ്യക്തികളും 18 വയസ്സിന് മുകളിലോട്ടുള്ള വ്യക്തികളും മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പക്ഷെ എല്ലാ 18 വയസ്സ് തികഞ്ഞ വ്യക്തികളും 18 വയസ്സിനോട്ട് മുകളിലോട്ടുള്ള ഓരോ വ്യക്തിയും ഈ വീഡിയോ കാണുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാടധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിടത്ത് ഒരുപാടധികം കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു 2 ദിവസം മുന്നേ ഞാൻ എന്റെ വളരെയധികം ഒരു ക്ലോസ് ഫ്രണ്ടിനെ കാണുകയുണ്ട്. അപ്പൊ ഓണം വെക്കേഷൻ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴാണ് എന്റെ ഒരു വളരെയധികം ക്ലോസ് ഫ്രണ്ടിനെ ഞാൻ കാണുന്നത്. ഇപ്പോൾ പുള്ളി IIT മുംബൈയില് ബിടെക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതിനെ പറ്റിയൊക്കെ എനിക്ക് അറിയാന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പൊ ഈ 2 ദിവസത്തിന് മുമ്പ് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ കുട്ടിയെ പറ്റി തിരക്കുകയുണ്ടായപ്പോഴാണ് അവനൊരു കാര്യം പറഞ്ഞത്. ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയി എന്ന് അവൻ കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ബ്രേക്കപ്പിന്റെ റീസൺ ചോദിച്ചു വന്നപ്പോഴാണ് അവൻ എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് ഒരു കാര്യം പറയുകയുണ്ടായത്. അപ്പൊ ആ ഒരു റീസൺ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാടധികം വ്യക്തികൾക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെയധികം രീതിയിലുള്ള അറിവ് വളരെയധികം രീതിയിൽ കുറവാണെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടപ്പോൾ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇവര് ഫസ്റ്റ് ടൈം ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്ന സമയം ഈ കുട്ടിക്ക് വളരെയധികം രീതിയിലുള്ള പെയിൻ അനുഭവപ്പെട്ടു. ആ സമയം ആ കുട്ടി അതിന് വിസമ്മതിക്കുകയുണ്ടായി, അതായത് ബന്ധപ്പെടാനായിട്ട് വിസമ്മതിക്കുകയുണ്ടായി. ആ സമയം ഇങ്ങനെ ഇത് അവനോട് സമ്മതിക്കാതിരുന്നപ്പോൾ, കാരണം ആ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇനി ബന്ധപ്പെടുമ്പോൾ പെയിൻ ഉണ്ടാവോ എന്ന് വെച്ചിട്ട് ആ കുട്ടി അതിനെ സമ്മതിക്കുന്നില്ല. ആ ഒരു കാരണത്താൽ അവന് ഭയങ്കര രീതിയിലുള്ള ഫ്രസ്ട്രേഷൻ വരികയും ആ കുട്ടിയായിട്ട് വഴക്കിടുകയും ചെയ്തു. രണ്ടാമത്തെ സമയം വീണ്ടും ബന്ധപ്പെടാനായിട്ട് നോക്കുമ്പോൾ രണ്ടാമത്തെ തവണയും ഇതുപോലെ ആ കുട്ടിക്ക് വളരെയധികം രീതിയിലുള്ള പെയിൻ ഉണ്ടാകിയിട്ടുണ്ട്. ആ ഒരു സമയം ഇവന് വളരെയധികം രീതിയിൽ ഫ്രസ്ട്രേഷൻ ആയിട്ട് അങ്ങനെ മൂന്നാമത്തെ തവണ ഇത് സമ്മതിക്കാതിരുന്നപ്പോൾ അവൻ ആ കുട്ടിയായിട്ട് വളരെയധികം രീതിയിൽ വഴക്കിടുകയും ഒരു ബന്ധം ബ്രേക്കപ്പിലേക്ക് അവസാനിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കാര്യമാണ് അവന്റെ ഒരു ബ്രേക്കപ്പ് റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ വളരെയധികം സില്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം. പക്ഷെ ആക്ച്വലി ഈ ഒരു കാര്യം വളരെയധികം വലിയൊരു കാര്യമാണ്. കാരണം ഒരുപാടധികം ഡിവോഴ്സ് കേസുകൾ, ഒരുപാടധികം ബന്ധങ്ങൾ താറുമാറായി പോകുന്നതിന്റെ ഒരു റീസൺ തന്നെയാണ് ഈ ഒരു കാര്യം. അതായത് ഫസ്റ്റ് ടൈം ബന്ധപ്പെടാനായിട്ട് പല ആൾക്കാർക്കും പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്സ് അറിയത്തില്ല. എന്താണ് ഈ ഫസ്റ്റ് ടൈം സെക്ഷൽ ഇന്റർകോഴ്സ് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നും പല അധികം ആൾക്കാർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറിവില്ല. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വേദന ഒഴിവാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, ഇതിനെ പറ്റിയിട്ടാണ് ഞാൻ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നമ്മൾ എന്താ ട്യൂഷന് പോയിട്ട് വേണോ പഠിക്കാനായിട്ട്, ഇതൊക്കെ നാച്ചുറലി നടക്കുന്ന കാര്യങ്ങളല്ലേ, ഇതിനെന്താ പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കണോ കാര്യങ്ങളോ. പക്ഷെ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സെക്സ് എഡ്യൂക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം IIT മുംബൈയിൽ പഠിച്ച ഈ ഒരു പയ്യന് ഈ ഒരു കാര്യത്തിനെ പറ്റി വളരെയധികം രീതിയിലുള്ള നോളജ് ഇല്ല. അപ്പൊ അത്രയധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇവന് പോലും ഈ ഒരു കാര്യത്തിനെ പറ്റി ഐഡിയ ഇല്ലെങ്കിൽ ഒരുപാടധികം ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയയും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇത്ര ഓപ്പൺ ആയിട്ട് ഇത്രയും ഗട്സ് എടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ റീസൺ. ഇതൊരു കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. ഇതിൽ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാടധികം കാര്യങ്ങൾ പറഞ്ഞു തരാനും ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ സെക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും ആദ്യമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഒരു ഗുഡ് സെക്സ് ലൈഫ്, അതായത് നന്നായിട്ട് രീതിയിൽ നിങ്ങൾക്ക് ബന്ധപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒരു കോമ്പാറ്റബിലിറ്റിയും വേണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ആൻഡ് ഓൾവേസ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ആയിട്ടുള്ള ഒരു റെസ്പെക്ട് നമുക്ക് വേണം, പരസ്പര ബഹുമാനം വേണം. ആ പരസ്പരമായിട്ടുള്ള ഒരു ബഹുമാനവും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് സെക്സ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള റെസ്പെക്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സെക്സ് ലൈഫ്, അതായത് നിങ്ങൾ ബന്ധപ്പെടുന്നതിന് നമുക്ക് 3 പാർട്ടാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഒരു ഫോർ പ്ലേ പാർട്ടും ഒരു മെയിൻ പ്ലേ പാർട്ടും ഒരു ആഫ്റ്റർ പ്ലേ പാർട്ടും. അപ്പൊ മിക്ക ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ മിക്ക ആൾക്കാരും വിചാരിക്കും ഇതിന്റെ അകത്ത് ഏറ്റവും മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ മെയിൻ പ്ലേ ആണെന്ന്. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഫേസ് മാത്രമാണ് ഈ മെയിൻ പ്ലേ എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഇതിൽ ആഫ്റ്റർ പ്ലേ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോർ പ്ലേ ആണ്. അപ്പൊ ഈ ഫോർ പ്ലേ എന്താണ്? ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സെക്സ്, അതായത് മെയിൻ പ്ലേക്ക് തൊട്ട് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫോർ പ്ലേ. അപ്പൊ മാക്സിമം നിങ്ങൾ ഫോർ പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം
മാക്സിമം നിങ്ങൾ ഫോർ പ്ലേ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെക്സ് ചെയ്യുമ്പോൾ വളരെയധികം രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആൾക്കാർക്കും ഉണ്ടാവും. പ്രത്യേകിച്ചും ആദ്യമായിട്ട് വിർജിനായിട്ടിരിക്കുന്ന ഒരാള്, ആദ്യമായിട്ട് നിങ്ങൾ സെക്സ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ഒരു സെക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദന അനുഭവപ്പെടും. പ്രത്യേകിച്ചും സ്ത്രീകളിൽ ആദ്യമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഫോർ പ്ലേ ചെയ്തിട്ട് വേണം നിങ്ങൾ മെയിൻ പ്ലേയിലേക്ക് കിടക്കാനായിട്ട്. അപ്പോ ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഞാൻ അതിനെ പറ്റി പറഞ്ഞു തരേണ്ട. ഫോർ പ്ലേ എന്തൊക്കെ, നിങ്ങൾ കിസ്സിങ് ആണെങ്കിൽ, നിങ്ങൾ ഹഗ്ഗിങ് ആണെങ്കിൽ, നിങ്ങൾക്ക് ലിക്കിങ് ആണെങ്കിൽ, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഫോർ പ്ലേ ചെയ്യാവുന്നതാണ്. ഈ ഫോർ പ്ലേ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വെജൈന എന്ന് പറയുന്നത് ഒരു സിലിണ്ടർ പോലെയാണ്. സ്ത്രീകളുടെ വെജൈന ഒരു സിലിണ്ടർ പോലെയാണ് ഇരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ ഒരു വെജൈന ഇരിക്കുന്നത്. അപ്പൊ ഈ വെജൈനയുടെ ഈ ഒരു ഓപ്പണിംഗ്, അതായത് ഫ്രണ്ടിലത്തെ ആ ഓപ്പണിങ്ങിന് ചുറ്റും ഒരുപാട് മസിൽസ് ഉണ്ട്. അപ്പൊ ഈ വെജൈനയുടെ ഹോളിന് നമ്മൾ ഈ ഗൈനക്കോളജിസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഹോളിന്റെ വലിപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 1 ഫിംഗർ, 2 ഫിംഗർ, 3 ഫിംഗർ, ഇങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈ 1 ഫിംഗർ സൈസ് എന്ന് പറയുമ്പോൾ അത് വളരെയധികം കുഞ്ഞൊരു ഹോളായിരിക്കും. മാത്രമല്ല 3 ഫിംഗർ എന്ന് പറയുമ്പോൾ വളരെയധികം നല്ലൊരു കംഫർട്ടബിൾ ആയ ഒരു ഹോൾ ആയിരിക്കും. അതായത് ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ലിംഗം അതിൽ കൂടി കയറാനായിട്ട് വളരെയധികം രീതിയിൽ പറ്റുന്നതാണ് ഈ ഒരു 3 ഫിംഗർ സൈസ് ഓപ്പണിംഗ് ഉള്ള വെജൈന. പക്ഷേ ഈ 1 ഫിംഗർ സൈസ് ഉള്ള വെജൈന എന്ന് പറയുമ്പോൾ നോർമലി പോലും ആ 1 ഫിംഗർ സൈസിൽ പോലും ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഒരു ലിംഗത്തിന് കയറാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സമയം, പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരു സെക്സ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഒരുപാടധികം പേടി ഉണ്ടാവും, ഒരു ആൻസൈറ്റി ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതെല്ലാം നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ തിങ്, ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന. ഇതിന്റെ അകത്ത് ഒരു സ്റ്റിഗ്മയും നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് വളരെയധികം നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. എല്ലാ ആൾക്കാർക്കും വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ സെക്ഷൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു സെക്സ് ഇല്ലെങ്കിൽ അടുത്തൊരു തലമുറ ഉണ്ടാകത്തില്ല. അപ്പൊ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ പല ആൾക്കാർക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സെക്സ് ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെയധികം രീതിയിൽ ടെൻഷൻ അനുഭവപ്പെടും. അപ്പൊ ഈ ടെൻഷൻ അനുഭവപ്പെടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിനിന്റെ അകത്തുനിന്ന് ഒരുപാടധികം രീതിയിലുള്ള കോർട്ടിസോൾസിന്റെ റിലീസ് ഉണ്ടാകും. ഈ കോർട്ടിസോൾസും അതായത് സ്ട്രെസ് ഹോർമോൺസ് ഉണ്ട്. ഈ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ വെജൈനയുടെ സൈഡിലുള്ള മസിൽസിൽ ആക്ട് ചെയ്തിട്ട് മസിൽസ് കോൺട്രാക്ട് ചെയ്യും. മസിൽസ് ഒരുപാടധികം ചുരുങ്ങിയിട്ട് വീണ്ടും ഈ ഹോളിന്റെ സൈസ് കുറയും. അപ്പോഴാണ് വീണ്ടും നമുക്ക് വളരെയധികം രീതിയിലുള്ള പെയിൻ നമുക്ക് വരുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വളരെയധികം റിലാക്സ്ഡ് ആവണം, മാക്സിമം ഫോർ പ്ലേ ചെയ്യണം, മാക്സിമം നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം, നിങ്ങൾ മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രം നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ മെയിൻ പ്ലേക്ക് കിടക്കാവൂ. ഇനി മെയിൻ പ്ലേ എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഈ പോൺ വീഡിയോസിലുള്ള പോലെ നിങ്ങൾക്ക് ഒരുപാടധികം സമയം നിങ്ങൾക്ക് ഈ മെയിൻ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും. ഈ പോൺ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഇത് വളരെയധികം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇതൊക്കെ വളരെയധികം എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പോൺ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് സ്ക്രിപ്റ്റഡ് ആണ്. മാത്രമല്ല അത് ഒരുപാട് ടേക്സിൽ എടുക്കുന്ന കാര്യമാണ്. ഒരുപാടധികം രീതിയിൽ കട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഈ പോൺ വീഡിയോസിൽ അഭിനയിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവർ ഒരുപാടധികം രീതിയിലുള്ള ഉദാഹരണത്തിലുള്ള മരുന്നുകൾ എടുക്കുന്നു, കുത്തിവെപ്പുകൾ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് അവർക്ക് ഇത്രയും ടൈമിംഗ് കിട്ടുന്നത്. പക്ഷെ നോർമലി ഇൻ റിയൽ ലൈഫിൽ ഒരു മെയിൻ പ്ലേ എന്ന് പറയുമ്പോൾ 10, 15, 20 മിനിറ്റ്സ് ഒക്കെ നമുക്ക് അതിനെ നോർമൽ ആയിട്ടുള്ള ഒരു മെയിൻ പ്ലേ എന്ന് നമുക്ക് പറയാം. അല്ലാതെ നമ്മൾ ഒരിക്കലും പോൺ വീഡിയോയിൽ കാണുന്ന മണിക്കൂറോളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ കണ്ടീഷൻസിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പൊ 10 മിനിറ്റ്സ് ഒരു മെയിൻ പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ ആയിട്ട് തന്നെ അതിനെ എടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആഫ്റ്റർ പ്ലേ എന്ന് പറയുമ്പോൾ. ആഫ്റ്റർ പ്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ത്രീകളിലാണ്. കാരണം നമ്മളിപ്പോ പുരുഷന്മാരുടെ ഓർഗാസം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കൂടുകയും, അതായത് പെട്ടെന്ന് ഒരു സ്പൈക്ക് ഉണ്ടാവുകയും പെട്ടെന്ന് അത് താഴേക്ക് വരികയും ചെയ്യും. അപ്പൊ ആ ഒരു സംഭവമാണ് പുരുഷന്മാരിൽ കാണുന്നത്. പക്ഷെ സ്ത്രീകളുടെ അടുത്ത് നോക്കി അങ്ങനെയല്ല. ആ സ്പൈക്ക് ഉണ്ടാവാനായിട്ട് വളരെയധികം സമയം കുറഞ്ഞ സ്പൈക്ക് ഉണ്ടാവും, വളരെയധികം സമയം കുറഞ്ഞ സ്പൈക്ക് താഴേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പൊ കുറെ അധികം ഡ്യൂറേഷനിലാണ് സ്ത്രീകളുടെ ഓർഗാസം നിൽക്കുന്നത്. പക്ഷേ ഈ പുരുഷന്മാരിലെ ഓർഗാസം എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞ രീതിയിൽ മാത്രമേ ഈ ഒരു ഓർഗാസം നിൽക്കത്തുള്ളൂ. അപ്പോ നിങ്ങളിപ്പോ ഒരു പുരുഷന് സ്ഖലനം നടന്നു കഴിഞ്ഞിട്ട് ആ പുരുഷൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? സ്ത്രീക്ക് ഓർഗാസം കിട്ടിയില്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കുറയും. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും വളരെയധികം നല്ലൊരു മെത്തേഡാണ് നിങ്ങൾ ആഫ്റ്റർ പ്ലേ പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അതായത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുക, ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂടുകയും ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഗാസം രണ്ട് പാർട്ട്നേഴ്സിന് കിട്ടുകയും ചെയ്യും. കാരണം പുരുഷന്മാർക്ക് പെട്ടെന്ന് ഓർഗാസം കിട്ടും, സ്ത്രീകളുടെ ഓർഗാസം വളരെയധികം പതുക്കെ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇനി നിങ്ങളുടെ പാർട്ട്ണറിന് ബന്ധപ്പെടുമ്പോൾ പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ബന്ധപ്പെടുമ്പോഴോ സെക്കൻഡ് ടൈം ബന്ധപ്പെടുമ്പോഴോ പെയിൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടോക്ക് ചെയ്യുക, അതിനെപ്പറ്റി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ വഴക്കൂടാനൊന്നും പോലെ ഇറ്റ്സ് വെരി നോർമൽ തിങ്. നിങ്ങൾ അത് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരിക്കലും സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു മെയിൻ പ്ലേ മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു അറൗസൽ നമ്മൾ ടച്ചോ അങ്ങനെ ഒരു സെൻസേഷൻ മാത്രമല്ല. അപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു ആർട്ടിക്കിൾ കണ്ടതാണ്, ഒരു സൗത്ത് അമേരിക്കയിലുള്ള ഒരു ജയിലിലുള്ള കാര്യം. ഒരു ജയിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് രണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ പ്രണയിക്കുന്നതും അവർക്കിടയിലുള്ള ഇന്റിമസിയുടെ ഒരു കാര്യം ഞാൻ വായിക്കുകയുണ്ടായി. അപ്പം
മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നമ്മൾ ടച്ച് ചെയ്ത് നമ്മൾ പല ആൾക്കാർക്കും കാണാതെ തന്നെ പല ആൾക്കാരും പ്രണയിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ കാര്യം എന്ന് പറയുമ്പോൾ അവിടെ റെസ്പെക്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹവുമാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഈ ഒരു സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ധപ്പെടുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ആ ബന്ധപ്പെടുമ്പോൾ തന്നെ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഇത് നല്ലൊരു പ്രോസസ്സാണ്, നിങ്ങൾക്ക് എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ആൽക്കഹോള് ഇൻടോക്സിക്കേറ്റ് ചെയ്യേണ്ട, ആൽക്കഹോൾ ഉപയോഗിച്ച് മദ്യം കഴിച്ചുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ബന്ധപ്പെടാതിരിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ബന്ധപ്പെടുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് ആ ഒരു മെമ്മറി നിങ്ങൾ പോകും അല്ലെ. അപ്പൊ ആ ഒരു നല്ലൊരു മൊമെന്റ് നിങ്ങൾ നശിപ്പിക്കുന്നത് പോലെയാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് ലീഗൽ ആസ്പെക്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ആൽക്കഹോൾ ഇൻടോക്സിക്കേറ്റ് ചെയ്തിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ ആ സ്ത്രീക്ക് ചെന്ന് കേസ് കൊടുത്ത് ആ പുരുഷനകത്താവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ നിങ്ങൾ അവരുടെ ലീഗൽ ആസ്പെക്ട് നിങ്ങൾ അറിയണം. അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എപ്പോഴും ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ ഫോർ പ്ലേയും ആഫ്റ്റർ പ്ലേ നിങ്ങൾ ചെയ്യണം. മെയിൻ പ്ലേയുടെ ഒപ്പം തന്നെ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫോർ പ്ലേയും ആഫ്റ്റർ പ്ലേ എന്ന് പറയുന്ന കാര്യം. അപ്പൊ അടുത്തൊരു കാര്യമാണ് ഈ സ്ത്രീകൾക്ക് ഈ വേദന എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ സ്ത്രീകളിലുള്ള വേദന, സെക്സ് ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോഴുള്ള വേദനയെ പറ്റിയിട്ട് ഞാൻ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ ഇടാം. അപ്പൊ ഇങ്ങനെ ഒരു വേദന വരുന്ന പല സ്ത്രീകളിലും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേദന വരും. നമുക്ക് ഇന്ന് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. ഫെൻഡൻസ് ടെക്നിക് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ ഈ ഹൈമനെ മാറ്റിയിട്ട് നമ്മൾ കുറച്ച് ആ ഒരു സ്പേസ് വളരെയധികം കൂട്ടുന്ന ഒരു പ്രൊസീജിയറാണ് ഫെൻഡൻസ് ടെക്നിക് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ഈ ഫെൻഡൻസ് ടെക്നിക്കിന്റെ കൂടെ തന്നെ ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ്, മുഖത്തെടുക്കുന്ന ബോട്ടോക്സ് ഇഞ്ചക്ഷൻസ് നമ്മൾ എടുത്തിട്ട് അവിടെയുള്ള മസിൽസിനെ നമ്മൾ വീക്കൻ ആക്കി ഒരു പാരലൈസ് ഒക്കെ ആക്കി നമ്മൾ ആ ഒരു ഓപ്പണിംഗിന്റെ സ്പേസ് കൂട്ടുന്നു. അങ്ങനെയുള്ള ഒരുപാടധികം പ്രൊസീജിയേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്, കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ. ഒരിക്കലും നിങ്ങൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഒക്കെ നിങ്ങൾ ഈ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻ അനുഭവപ്പെടുന്നതൊക്കെ വളരെയധികം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന് നല്ലൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക. അടുത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ യൂസേജ് ഓഫ് കോണ്ടംസ് ആണ്. ഇപ്പൊ എപ്പോഴും നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ കൊച്ചുങ്ങൾ വേണ്ട എന്ന് ഉള്ള അത്രയും നാൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കോണ്ടംസ് യൂസ് ചെയ്യുക. കാരണം STDs, നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് തടയാനായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ കോണ്ടംസ് എന്ന് പറയുമ്പോൾ. അപ്പൊ മാക്സിമം നിങ്ങൾ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ സെക്സ് ചെയ്യാനായിട്ട് നോക്കുക. ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ മാക്സിമം കോണ്ടംസ് യൂസ് ചെയ്യുക. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അടുത്ത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഐപിൽ യൂസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഒരുപാടധികം ഇന്ന് വളരെ വലിയൊരു ട്രെൻഡാണ്. എന്ത് നിങ്ങൾ സെക്സ് ചെയ്തിട്ട് ബന്ധപ്പെട്ടാലും ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഐപിൽ മേടിച്ച് കഴിക്കുക. അപ്പൊ ഒരുപാടധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഐപിൽ മേടിച്ച് കഴിക്കുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഐപിൽ നിങ്ങൾ കഴിക്കരുത്. ഐപിൽ കഴിച്ചിട്ട് ഈ ഒരു റീസെന്റ് ആയിട്ട് പോലും ഒരു മരണം അങ്ങനെ ഉണ്ടായി. എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് കഴിച്ചിട്ട് ഒരു ഗേള് മരിക്കുന്നത് ഞാൻ ഈ ഒരു ഇടയിൽ കൂടി കണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഐപിൽ ദയവീത് നിങ്ങൾ അങ്ങനെ കഴിക്കാതിരിക്കുക. ആവശ്യമില്ലാതെ നിങ്ങൾ ഐപിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുമ്പോൾ എമർജൻസിക്ക് വേണ്ടിയിട്ടാണ്. അത് എപ്പോഴും നിങ്ങൾ എടുത്ത് വെച്ച് യൂസ് ചെയ്യാനുള്ള കാര്യമല്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് കോണ്ടംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെക്സ് ചെയ്യുക. ഐപിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഐപിൽ ഒരുപാടധികം കാര്യങ്ങൾ, സ്ട്രോക്ക് വരാനും ബ്ലോക്സ് വരാനും അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ വന്നിട്ട് മരിക്കാനായിട്ട് വളരെയധികം രീതിയിൽ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഐപിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടായാൽ തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണിക്കുക. കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾ അബോർഷൻ ചെയ്യാം. അബോർഷൻ ഒരിക്കലും തെറ്റല്ല. 18 വയസ്സുള്ള ഏതൊരാൾ ചെന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ നിങ്ങൾക്ക് അബോർഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ വീട്ടുകാരെ പറ്റി ഒന്നും അറിയിക്കാതെ നിങ്ങൾക്ക് അബോർഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വേസ് വഴി നിങ്ങൾ അബോർഷൻ ചെയ്യുക. അബോർഷൻ ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ പ്രൊവൈഡഡ് അത് സേഫ് ആയിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ സ്വയമായിട്ട് വീട്ടിൽ തന്നെ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഒന്നും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കരുത്. അതൊക്കെ വളരെ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല എക്ടോപിക് പ്രഗ്നൻസിയും അതുപോലെ തന്നെ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് പൊട്ടിപ്പോകുന്ന അവസ്ഥ, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഐപിലിന്റെ യൂസേജ് വഴി നമ്മളിന്ന് കാണുന്നത്. അപ്പൊ വളരെയധികം രീതിയിൽ നിങ്ങൾ അതിൽ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കാര്യമാണ്. അടുത്തൊരു കാര്യമാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യേണ്ടത്. കാരണം ഇന്നത്തെ ആൾക്കാർ വളരെയധികം രീതിയിൽ നമ്മളെല്ലാവരും ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണെന്ന് നമ്മളെല്ലാം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ എൻഡോർഫിൻസ് ഉണ്ടാവും, നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവും, ഡോപ്പമീൻ ഉണ്ടാവും. ഇതെല്ലാം വളരെയധികം നമ്മുടെ സെക്ഷൽ ലൈഫ് മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അതുപോലെയാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലാ ആൾക്കാരും ഇപ്പൊ കൂടുതൽ ആൾക്കാരും വൈറ്റ് കോളർ ജോബ്സ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഇരുന്നുകൊണ്ടുള്ള പണിയാണ്. ഇപ്പൊ നമ്മളൊരു ട്രെൻഡാണ് ഷുഗർ കട്ട് ഡയറ്റ്, കംപ്ലീറ്റ്ലി ഷുഗർ അവോയ്ഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കസേരയിൽ ഇരിക്കുന്നതാണ് ഷുഗറിനെക്കാളും ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ
എപ്പോഴും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ദേഹം അനങ്ങാൻ നോക്കുക, വ്യായാമം ചെയ്യുക, അങ്ങനെ നിങ്ങളുടെ ബോഡിയിൽ ഒരുപാടധികം എൻഡോർഫിൻസ് ഉണ്ടാക്കുക. ഇത് വളരെയധികം രീതിയിൽ നിങ്ങളുടെ സെക്ഷൽ ഹെൽത്തിനെയും സെക്ഷൽ ലൈഫിനെയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. അടുത്തൊരു കാര്യമാണ് നമ്മുടെ പഞ്ചസാര എന്ന് പറയുന്നത്. ഷുഗർ, ഡയബറ്റിക് മെലൈറ്റസ് ഉള്ള ആൾക്കാരിൽ ഉദ്ധാരണ ശേഷിയുടെ കുറവ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഡയബറ്റിക് മെലൈറ്റസ്, അതായത് ഡയബറ്റിസ് ആദ്യം ചെന്ന് അഫക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നെർവ്സിനെയാണ്, നാഡികളെയാണ്. അപ്പൊ ഈ നാഡികള് ഇവിടെ ചെന്ന് അഫക്ട് ചെയ്തിട്ട് ന്യൂറോപ്പതി ഉണ്ടാവും. അതായത് നമ്മുടെ നാഡികളിൽ ചെന്ന് അഫക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ അറൗസൽ കുറയും, പ്ലഷർ കുറയും, ആ ഒരു ഓർഗാസം കിട്ടുന്നതിന്റെ എഫക്ട് കുറയും. ആ ഒരു സമയം ഇത് വളരെയധികം രീതിയിൽ നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് നമ്മുടെ അടുത്തേക്ക് ഒരു മെയിൽ പേഷ്യന്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആ മെയിൽ പേഷ്യന്റ് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണ ശേഷിയുടെ കുറവെന്ന് പറയുമ്പോൾ ഇത് മെയിൻ ആയിട്ടും ഉള്ളത് ഒരു 80% ഇത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അതായത് നമ്മുടെ മനസ്സിന്റെ തന്നെ പ്രശ്നമാണ്, മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ ഈ മാനസികമായിട്ടുള്ള പ്രശ്നം നമുക്ക് എങ്ങനെ മാറ്റാം? സെക്സ് തെറാപ്പീസ് വഴിയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് പാർട്ട്ണറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ഈ ഒരു കാര്യം നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ അതായത് സൈക്കോളജിക്കൽ ഫാക്ടർ അല്ലാതെ പത്തോളജിക്കൽ ഫാക്ടറിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡയബറ്റിക് മെലൈറ്റസ് എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതിന്റെ അവസ്ഥ. അപ്പൊ ഈ ഷുഗർ പേഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളത്. ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് കാരണം എന്താണ്? ന്യൂറോപ്പതിയാണ്. ഈ ഒരു ന്യൂറോപ്പതി കാരണമാണ് എന്ത് പറ്റുന്നത്? ഇവർക്ക് ഈ ഒരു അറൗസൽ കുറയുന്നതും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും കുറയുന്നതും. അപ്പോ പല പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവരുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പേഷ്യന്റ് ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന്. അപ്പോ പേഷ്യന്റിന് പോലും ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും അവർ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന്. പേഷ്യന്റ് നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ആയിട്ടായിരിക്കും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ആയിട്ടുള്ള പേഷ്യന്റ് നമ്മൾ വന്നിട്ട് നമ്മൾ എക്സാമിൻ ചെയ്ത് നമ്മൾ എല്ലാ ക്ലിനിക്കൽ ഇതും ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്ന പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ വളരെയധികം രീതിയിൽ കൂടുതലാണെന്ന്. മാത്രമല്ല പല പേഷ്യൻസ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആയിട്ട് ക്ലിനിക്കിൽ വന്നിട്ട് നമ്മൾ കാർഡിയോളജിയിലേക്ക് റെഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പേഷ്യന്റിന് ബ്ലോക്ക് ഉണ്ടാവുന്നത്. ഈ ബ്ലോക്ക് കാരണം എന്ത് ചെയ്യും? പേഷ്യന്റ് രക്തോട്ടം കുറയും. ഈ രക്തോട്ടം കുറയുമ്പോൾ എന്ത് പറ്റും? അവിടെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ്ങിലെ മെയിൻ ആയിട്ടുള്ള കോസസ് എന്ന് പറയുമ്പോൾ. അപ്പൊ പത്തോളജിക്കൽ കോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയബറ്റിക് മെലൈറ്റസും ബ്ലോക്കുകളൊക്കെയാണ് വളരെയധികം കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കുക. അപ്പൊ പല ആൾക്കാരും അടുത്ത് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ എപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാവണം, ഈ ഹൈമൻ പൊട്ടിയിട്ട് ആദ്യമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവണം എന്ന് പല ആൾക്കാരും വിചാരിക്കും. പക്ഷെ ഇത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഹൈമൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ വെജൈനയുടെ പുറത്തൊരു കവറിംഗ് ആണ്. ഈ ഒരു ഹൈമൻ എന്താ പറ്റുന്നത് വെച്ചാൽ, ഈ ഹൈമൻ എപ്പോഴും ഇത് സെക്സ് ചെയ്യുമ്പോൾ മാത്രം തന്നെ ടേർ ചെയ്ത് പോകണം അല്ലെങ്കിൽ പൊട്ടിപ്പോണമെന്നില്ല. ചിലപ്പോൾ ചില പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോഴോ സൈക്ലിംഗ് ചെയ്യുമ്പോഴോ ഹോഴ്സ് റൈഡിങ് ചെയ്യുമ്പോഴോ അങ്ങനെ പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അവർക്ക് ഈ ഹൈമൻ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, സെക്സ് ചെയ്താൽ എപ്പോഴും ഹൈമൻ പൊട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അല്ലെങ്കിൽ ആദ്യമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ ഹൈമൻ പൊട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ബ്ലീഡിങ് ഒരിക്കലും ബ്രിജിനിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാണാതിരിക്കുക. പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ, ഈ അടുത്തിടയ്ക്ക് ഒരു ജേണൽ ഉണ്ടായിരുന്നു. ആ ജേണലിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരു സെക്സ് വർക്കർ ഉണ്ടായിരുന്നു. ഈ സെക്സ് വർക്കറിന് ഇപ്പോഴും ഹൈമൻ അവിടെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അതായത് ഹൈമൻ ഇതുവരെ പൊട്ടിപ്പോയിട്ടില്ല. ഇത്രയും സെക്സ് ചെയ്യുന്ന ഒരാൾക്ക് പോലും ഈ ഹൈമൻ അവിടെ പൊട്ടിപ്പോയിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു, സെക്സ് ചെയ്യുമ്പോൾ ഹൈമൻ പൊട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലീഡിംഗ് ഒരിക്കലും നമ്മളൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഓഫ് വിർജിനിറ്റി ആയിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ബന്ധപ്പെടുന്ന ആ ഒരു സമയം, അതായത് ഒരു സെക്ഷൽ ലൈഫിൽ നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു സമയം, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിനെ പറ്റിയിട്ട് പറയാതിരിക്കുക. അതായത് നീ അന്ന് ഇങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അന്ന് നീ എന്നെ കണ്ട് മിണ്ടിയില്ല, നിന്റെ ബോയ് ഫ്രണ്ട് അങ്ങനെയായിരുന്നു, എന്റെ എക്സ് അങ്ങനെയായിരുന്നു, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങളുടെ പാസ്റ്റിനെ പറ്റി ഒന്നും നിങ്ങൾ പറയാതിരിക്കുക. നിങ്ങൾ വിഷമമുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയാതിരിക്കുക. മാക്സിമം നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ പറയുക. നിങ്ങൾ കുറേയും കൂടി തമാശകൾ പറയും. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ പറ്റി മാത്രം പറയുക. ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റും അടിയെയും പ്രശ്നങ്ങളെയും ഒന്നും പറ്റിയിട്ട് നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് എടുത്തിടാതിരിക്കുക. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും വളരെയധികം രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സമയം നല്ലൊരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവിടെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പാസ്റ്റിനെയും പാസ്റ്റിലുള്ള നടന്നുള്ള കാര്യങ്ങളെ പറ്റിയും പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റിയും നിങ്ങൾ ആ ഒരു സമയം പറയാതിരിക്കുക. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾ ആ ഒരു സമയം നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പെയിൻ അനുഭവപ്പെടുന്നുണ്ട്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നുള്ള ഇജാക്കുലേഷൻ, ഒരു പ്രിമച്വർ ഇജാക്കുലേഷൻ സംഭവിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ സംഭവിച്ചാൽ ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്
ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ സെക്സോളജിസ്റ്റിനെയോ കൊണ്ട് കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അല്ലാതെ നിങ്ങൾ ഒരിക്കലും അവിടെ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സംസാരിക്കുക, മാക്സിമം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പലതരത്തിലുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫോർ പ്ലേയും ആഫ്റ്റർ പ്ലേ ഒക്കെ ചെയ്യുക. അല്ല നിങ്ങൾ ഒരിക്കലും അവിടെ നിങ്ങൾ ബഹളം വെക്കുകയോ അല്ലെങ്കിൽ പരസ്പരം കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഗൈനക്കോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. അല്ല നിങ്ങൾ ഒരിക്കലും അവിടെ കുറ്റപ്പെടുത്താനായിട്ട് പോകുക. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം, നല്ല വൃത്തിയുള്ള ഒരു ബെഡ്റൂം ഒക്കെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോൾ ആ ഒരു ആംബിയൻസ് കാരണം തന്നെ നമുക്ക് പകുതിയിലേറെ ഒരു അറൗസലും ആ ഒരു സെക്ഷൽ ലൈഫ് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സ്പേസ് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ തിരഞ്ഞെടുക്കുക. അല്ലാതെ നിങ്ങൾ പബ്ലിക് പ്ലേസസോ ടോയ്ലറ്റ്സോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക മാക്സിമം. പിന്നെ മാത്രമല്ല റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് അവിടെ കൂടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടോയ്ലറ്റ്സും പബ്ലിക് പ്ലേസസും പാർക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബെഡ്റൂം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ നിങ്ങൾ അവിടെ ചൂസ് ചെയ്യണം. മാത്രമല്ല ആ ഒരു ആംബിയൻസ് വളരെയധികം രീതിയിൽ മാറ്റർ ചെയ്യും. ഇപ്പൊ നിങ്ങൾ പാർക്കിലോ പബ്ലിക് പ്ലേസിലോ ഒക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാടധികം വീണ്ടും ആങ്സൈറ്റി കൂടി, ആരെയും കാണുന്നുണ്ടോ ഉള്ള ആങ്സൈറ്റി കൂടിയിട്ട് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടും ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറൗസൽ കിട്ടാതിരിക്കുകയും സെക്ഷൽ ഹെൽത്തിനുള്ള ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെക്ഷൽ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെയധികം രീതിയിൽ കൺസെന്റ് വേണം. നമുക്ക് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും രണ്ടുപേരുടെ അടുത്ത് നിങ്ങൾ കൺസെന്റ് വേണം. ഒരിക്കലും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് ചെയ്യാതിരിക്കുക. എപ്പോഴും നിങ്ങൾ കൺസെന്റ്, നിങ്ങൾക്ക് രണ്ട് പാർട്ട്നേഴ്സ് തമ്മിലൊരു മ്യൂച്വൽ കൺസെന്റ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയതിനു ശേഷം മാത്രം നിങ്ങളൊരു സെക്ഷൽ ലൈഫിലേക്ക് നിങ്ങൾ കടക്കാവോ. അല്ലാതെ നിങ്ങൾ ഒരാളുമായിട്ട് റിലേഷനിലായി എന്ന് വെച്ചാൽ ചാടിക്കേറി ഈ ഒരു സെക്ഷൽ ലൈഫിലേക്ക് കടക്കരുത്. നല്ലൊരു അണ്ടർസ്റ്റാൻഡിംഗ്, നിങ്ങൾ നല്ലൊരു പരിചയമായതിനു ശേഷം പരസ്പരം ആ ഒരു കൺസെന്റ് എടുത്തതിന് മാത്രം ഈ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കടക്കുക. ഒരിക്കലും നിങ്ങൾ ഈ ഫോഴ്സ്ഡ് ആക്ടിവിറ്റീസിലൊന്നും പോകാതിരിക്കുക. പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് ചെയ്യാവുള്ളൂ. കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ബേസ്ഡ് വീഡിയോ ആണ്. ഇത് പലയധികം ആൾക്കാരും പറഞ്ഞ് നിങ്ങൾക്ക് തരാനായിട്ട് മടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു. ഇത് പൂർണ്ണമായിട്ടും ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ്. മാത്രമല്ല ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഒരു മെഡിക്കൽ സൈഡിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ വേണം നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാൻ. കാരണം പലയധികം ആൾക്കാരും സ്റ്റിഗ്മ കാരണം പല പാരന്റ്സും ഇതൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുകയും പലയധികം ആൾക്കാർക്കും ഈ ഒരു കാര്യത്തെ പറ്റി ഒട്ടും തന്നെ അറിവുണ്ടായിരിക്കുന്ന ആൾക്കാരല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഒരു ബാഡ് ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് ലീഡ് ചെയ്യുന്നത്. പല ആൾക്കാരും STDസിലും അതുപോലെ തന്നെ എയ്ഡ്സ് പോലത്തെ അസുഖങ്ങളിലേക്കൊക്കെ ചെന്ന് എൻഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഓരോ 18 വയസ്സിലും മുകളിലോട്ടുള്ള ഓരോ ആൾക്കാർക്കും ഈ സെക്സ് എഡ്യൂക്കേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലയധികം പ്രശ്നങ്ങളാണ് ഇന്ന് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവത്തിൽ നമുക്ക് സംഭവിക്കുന്നത്. കാരണം ഇന്ന് പലയധികം രീതിയിലുള്ള സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ പലയധികം ഡിവോഴ്സുകൾ ഉണ്ടാകും, പലയധികം ബന്ധങ്ങൾ താറുമാറായി പോകുന്നത് എല്ലാത്തിന്റെയും കാരണം എന്ന് പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ലഭിക്കാത്തതിന്റെ കാരണമാണ്. കാരണം ഇന്ന് സമൂഹത്തിൽ പല ആൾക്കാർക്കും ഇത് മടിയാണ്, പറയാനായിട്ട് നാണക്കേടാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ മറ്റൊരു ഫിനോമിനൻ ആണ്. ഇതെന്ന് പറയുമ്പോൾ ഇത് വൃത്തിയായിട്ടൊരു കാര്യമല്ല, ഇത് ഒരിക്കലും നിങ്ങൾ നാണക്കേടേണ്ട ഒരു കാര്യമല്ല, ഇത് വളരെയധികം നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേണം നിങ്ങൾ ഇത് ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാനും. മാത്രമല്ല ഈ ഒരു ഇൻഫ്ലുവൻസർ, ഒരു മെഡിക്കൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ രീതിയിലും ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ഒരുപാടധികം ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാടധികം വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നവരെയും. ടിൽ ദെൻ ഇറ്റ്സ് മീ പ്രണവ് പി നായർ സൈനിങ് ഓഫ്. ബൈ ബൈ.